നമസ്കാരം. ബാലഭാസ്കർ വിഷയം സത്യത്തിൽ പുതിയ വഴിത്തിരിവിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു രീതിയിലേക്ക് ചർച്ച ചെയ്യപ്പെടാൻ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കിടയിലും തുടർന്ന് ലക്ഷ്മി എന്ന് പറയുന്ന ബാലഭാസ്കറിൻ്റെ ഭാര്യ ഒരു മാധ്യമത്തിൽ സ്വതന്ത്രമായി ഒരു അഭിമുഖം അനുവദിച്ചതിൻ്റെയും ഒക്കെ പിന്നിൽ ഒരുപക്ഷെ ഞങ്ങൾ ആദ്യമായി പുറത്തു കൊണ്ടുവന്ന ഒരു വാർത്തയായിരിക്കും. ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ എന്ന് പറയുന്ന ഒരാൾ പിടിക്കപ്പെടുന്നു. അപ്പോൾ അർജുനെക്കുറിച്ച് നമ്മൾ നടത്തിയ ഒരു അന്വേഷണം അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച വിവരം, അതിൽ നിന്നാണ് നമ്മൾ സത്യത്തിൽ ഈ ബാലഭാസ്കറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് വഴിമരുന്നിരുന്നത്. അതായത് യോഗനാഥൻ ന്യൂസ് നടത്തിയ അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ ഇമ്പാക്റ്റ് എന്നുള്ള തരത്തിൽ തന്നെയാണ് പിന്നീട് മാധ്യമങ്ങൾ അർജുനെ ഫോക്കസ് ചെയ്യുന്നതും അർജുൻ ആരാണ് എന്ന് അന്വേഷിക്കുന്നതും തുടർന്ന് ഇത്രയും വലിയ ഒരു കോലാഹലങ്ങളിലേക്ക് പിന്നീട് ബാലഭാസ്കറിൻ്റെ മരണം എത്തിപ്പെടുന്നതും. അതിനുശേഷം വളരെ കഴിയുന്നതിന് മുൻപ് നടത്തിയ ഒരുപാട് പ്രസ്താവനകൾ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ കേരളത്തിൻ്റെ മാധ്യമ മണ്ഡലത്തിൽ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയായിരുന്നു. അന്നത്തെ ആ വാർത്ത പറഞ്ഞത് തന്നെ അല്ലെങ്കിൽ ആ ഒരു വിവരം നിങ്ങളെ അറിയിച്ചത് തന്നെ ഞാൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടിയ ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു നമ്മൾ ആ വാർത്ത നിങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ടുകയും ധാരയിൽ അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും. നമ്മൾ തന്നെയാണ്. അപ്പോൾ യോഗനാഥ് ന്യൂസിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്നുള്ള നിലയിൽ തന്നെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരിയായ പ്രിയ വേണുഗോപാൽ നമ്മളുടെ ആ വാർത്തയുടെ ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിൽ അതിനെക്കുറിച്ച് കൃത്യമായി എഴുതുകയും ചെയ്തു. അതിനകത്ത് പറഞ്ഞു പല മുൻനിര മാധ്യമങ്ങളും മറന്നുപോയ ഒരു കാര്യമായിരുന്നു ഇത് എന്നുള്ള തരത്തിൽ തന്നെയാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ ഇതേ ഫ്ലോറിൽ തന്നെ നമ്മുടെ സോബി ജോർജ് എന്ന് പറയുന്ന വ്യക്തി, കലാഭവൻ സോബി, ഇവിടെ വരികയും അതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങൾ വീണ്ടും അവതരിപ്പിക്കുകയും ചെയ്തു. അന്വേഷണം എങ്ങും എത്തിയില്ല എന്നുള്ള കാര്യത്തിൽ നമ്മുടെ കേരളത്തിലുള്ള എല്ലാവർക്കും ഉറപ്പുണ്ട് എന്ന് നമുക്കറിയാം. ആരോപണങ്ങൾ നിരവധി ആയപ്പോൾ സൈബർ ബുള്ളിയിങ്ങും അതോടൊപ്പം ലക്ഷ്മിയുടെ നിശബ്ദതയും ഒരു നിഗൂഢമായ നിശബ്ദതയും എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. ആ നിഗൂഢമായ നിശബ്ദതയ്ക്കൊടുവിൽ ലക്ഷ്മി ചില കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാൻ വേണ്ടി ഒരു ചാനലിലേക്ക് അഭിമുഖത്തിനായി എത്തിച്ചേർന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ പറയേണ്ടതൊന്നും പറഞ്ഞില്ല, ചോദിക്കേണ്ടതൊന്നും ചോദിച്ചില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലപ്പോഴും പലരും ആ അവതാരകനെയും ആ ചാനലിനെയും ലക്ഷ്മി എടുത്ത ആ ഒരു എഫേർട്ടിനെയും അല്ലെങ്കിൽ ആ തുറന്ന പറച്ചിലിനെയും പ്രകീർത്തിച്ചുകൊണ്ട് പലരും വരുമ്പോഴും നമ്മൾ തുടക്കത്തിലെ തന്നെ പറയാം, ആ ഒരു തരത്തിൽ നോക്കുമ്പോൾ ലക്ഷ്മി എടുത്ത വലിയൊരു പ്രയത്നമാണ് എന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ വലിയൊരു മുന്നേറ്റമാണ് എന്ന് നമുക്കറിയാം. അതോടൊപ്പം ആ അവതാരകൻ വളരെ മനോഹരമായി തന്നെ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൃത്യമായി ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനടിയിൽ തന്നെ പലർക്കും ഇതൊരു സ്ക്രിപ്റ്റഡ് ആയി പോയോ എന്നൊരു സംശയം പലരും ഉന്നയിച്ചിരുന്നു. പലപ്പോഴും നമുക്കും തോന്നാറുണ്ട് ഒരുപക്ഷെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ചില മിസ്സിംഗ് ലീഡുകൾ അവിടെ എവിടെയുണ്ട്. അതായത് കൊടും കുറ്റവാളിയായ കൊടും ക്രിമിനലായ ഒരാളെ, അതായത് ഒരു കേസിൽപ്പെട്ട് നിൽക്കുന്ന ഒരാളെ ബാലഭാസ്കർ സ്വന്തം ഡ്രൈവറായി നിയമിക്കുന്നു. അപ്പോൾ സ്വന്തം ഡ്രൈവർ എന്നുള്ള നിലയ്ക്ക് ആയിരുന്നില്ല എന്നാണ് ലക്ഷ്മി പറയുന്നത്. അതായത് കോൾ ഓൺ ഡ്രൈവർ എന്ന് പറയുന്ന ഒരു രീതി, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു ഡ്രൈവറെ നമുക്ക് വിളിച്ചു വരുത്തി നമ്മുടെ വാഹനം ഓടിക്കാം. അപ്പോൾ അങ്ങനെ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന് ബാലഭാസ്കറിന് പോലും അറിയാവുന്ന, ലക്ഷ്മിക്ക് പോലും അറിയാവുന്ന സാഹചര്യത്തിലാണ് അർജുനെ വീണ്ടും ഇവിടേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അത്രയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളെ എന്തിനാണ് ബാലഭാസ്കർ തൻ്റെ ടീമിലേക്ക് ചേർത്തത്? ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ഒരാൾ, കൊടും കുറ്റവാളിയായ ഒരാൾ അവിടേക്ക് വീണ്ടും എത്തുന്നത്? ഇതൊക്കെ ഒരു വലിയ ചോദ്യമായി ഇപ്പോഴും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യങ്ങളാണ്. പലരും അതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തിന് ഇങ്ങനെ ഒരു ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ, 10-22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ എങ്ങനെ ഇതിലേക്ക് കൊണ്ടിട്ടു? അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഏതൊരു കുറ്റവാളിയും പറയുന്ന പോലെ ഞാൻ അതിൽ പെട്ടുപോയതാണ് എന്ന് പറയുന്നത് വിശ്വസിക്കാൻ മാത്രം ബുദ്ധിയില്ലായ്മ ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നോ? അത് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ബാലഭാസ്കറിനും ലക്ഷ്മിക്കും ഇത്രയും വലിയൊരു ക്രിമിനലായി വളർന്നു വരാൻ സാധ്യതയുള്ള ഒരാൾ 2018 അപകടം നടക്കുന്നു. അതിനുശേഷം ഒക്ടോബറിൽ അദ്ദേഹം മരിക്കുന്നു. 2018 തന്നെ അദ്ദേഹം മരണപ്പെടുന്നു. അതിനുശേഷം നടന്ന ചില സംഭവ വികാസങ്ങളുണ്ട്. 2019 നമുക്കറിയാവുന്ന പോലെ ഒരാളെ, പ്രകാശൻ തമ്പി എന്ന് പറയുന്ന ഒരാളെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെടുന്നു അല്ലെങ്കിൽ പിടിക്കുന്നു. അതോടുകൂടി അതായത് ഈ പ്രകാശൻ തമ്പി ആരാണ്? ബാലഭാസ്കർ എന്ന് പറയുന്ന ആളിൻ്റെ കാര്യങ്ങൾ നോക്കാനും സാമ്പത്തിക ഇടപാടുകൾ പോലും കൈകാര്യം ചെയ്യാൻ മാത്രം ശേഷിയുണ്ടായിരുന്ന, അടുപ്പമുണ്ടായിരുന്ന ഒരാളാണ് ഈ പ്രകാശൻ തമ്പി എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇതിനകത്ത് ദുരൂഹമായ ചില കാര്യങ്ങളുണ്ട്.
ഇതിനകത്ത് ലക്ഷ്മി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രകാശൻ തമ്പിയുടെ കയ്യിലായിരുന്നു ബാലഭാസ്കറിൻ്റെ വാച്ചും ഈ വാലറ്റും അതോടൊപ്പം തന്നെ മൊബൈൽ ഫോണും എന്ന് ലക്ഷ്മി തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇവിടെ അല്ലെങ്കിൽ ആ അപകടം നടക്കുന്ന സമയത്ത് അർജുനും ബാലഭാസ്കറും ലക്ഷ്മിയും മകളും മാത്രമാണ് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നതും ആ പ്രദേശത്തുണ്ടായിരുന്നതും. അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന പ്രകാശൻ തമ്പിയുടെ കയ്യിലേക്ക് ഈ ബിലോങ്ങിങ്സ്, അതായത് വളരെ വിലപ്പെട്ട ഒരു മൊബൈൽ ഫോണും അതോടൊപ്പം തന്നെ പണമടങ്ങിയ വാലറ്റും ഈ പ്രകാശൻ തമ്പിയുടെ കയ്യിലേക്ക് എത്തിയത് എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും ദുരൂഹമായി തന്നെ തുടരുന്നു. എങ്ങനെ കൈവശം വന്നു? അതിനുശേഷം ഈ ഇൻ്റർവ്യൂവിൽ തന്നെ ലക്ഷ്മി വളരെ മനോഹരമായി പറഞ്ഞു പോകുന്ന ഒരു കാര്യമുണ്ട്. അത് ഞങ്ങൾക്ക് വളരെ വിശ്വസ്തനായ ഒരാളായിരുന്നു, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാൾ തന്നെയാണ്. 2019 അദ്ദേഹം പിടിയിലാകുന്നു. അതിനുശേഷം നടത്തിയ അന്വേഷണത്തിൽ, അതായത് അന്വേഷണത്തിൻ്റെ ഒടുവിൽ ഇന്റലിജൻസ് റവന്യൂ ഡയറക്ടർ നടത്തിയ അന്വേഷണത്തിലൊടുവിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ബാലഭാസ്കറിൻ്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുന്നു, അയാളുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുക്കുന്നു. അപ്പോൾ എത്ര കാലമായി? ഏകദേശം 1 വർഷക്കാലത്തോളം എന്നുള്ള കണക്ക് കൂട്ടിക്കഴിഞ്ഞാലും ഇത്രയും വർഷക്കാലം ഒരു മൊബൈൽ ഫോൺ, അതായത് ഒരു മൊബൈൽ ഫോൺ കൊണ്ട് ഇന്ന് അല്ലെങ്കിൽ ഈ 2018 കാലഘട്ടങ്ങളിൽ മൊബൈൽ ഫോൺ കൊണ്ട് എന്തെല്ലാം ഉപയോഗം ഉണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാണ്. ആ സമയത്ത് പോലും കുറച്ച് ദിവസം എൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ തമ്പി അവരുടെ വീട്ടിൽ ചെന്ന് പറയുകയാണ് ഉണ്ടായത്. അതായത് ബാലഭാസ്കറിൻ്റെ ഭാര്യ ലക്ഷ്മിയുടെയും അമ്മയുടെയും അടുത്ത് പറഞ്ഞ കാര്യമാണ്, കുറച്ച് ദിവസം എൻ്റെ കയ്യിൽ ഈ ഫോൺ ഇരുന്നോട്ടെ. എന്തിന്? ആ ചോദ്യം വളരെയധികം പ്രാധാന്യത്തോടു കൂടി തന്നെ വേണം കാണാൻ. എന്തിന് ആ ഫോൺ കുറച്ച് നാൾ പ്രകാശൻ തമ്പി കയ്യിൽ കരുതിയിരുന്നു? ഈ വാലറ്റ് തിരിച്ചു കൊടുത്ത സമയത്തും, അതായത് പേഴ്സ് തിരിച്ചു കൊടുത്ത സമയത്തും മൊബൈൽ ഫോൺ കൊടുത്തില്ല. അതെന്തിനു കൊണ്ടുവച്ചു? ഇത് സാധാരണഗതിയിൽ ഈ മൊബൈൽ ഫോണും വാലറ്റും, അതായത് ഒരാളുടെ അപകടത്തിൽപ്പെട്ടു, ആ അപകടത്തിൽപ്പെട്ട ഒരാളുടെ ഈ പേഴ്സണലായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തിപരമായി ഉപയോഗിച്ചു കൊണ്ടിരുന്ന പല സ്വകാര്യ വസ്തുക്കളാണ് ഇതെല്ലാം. പേഴ്സണൽ എന്നുള്ളതിനപ്പുറം സ്വകാര്യമായ സാധനങ്ങളാണ്, ഒരു മൊബൈൽ ഫോൺ ആണെങ്കിലും പേഴ്സ് ആണെങ്കിലും എല്ലാം. അപ്പം ഈ പറയുന്ന സാധനങ്ങൾ ഈ പ്രകാശൻ തമ്പിയുടെ കയ്യിലേക്ക് എങ്ങനെ എത്തുന്നു? അവിടെ ആ അപകടം നടന്ന സമയത്ത് പ്രകാശൻ തമ്പി ഇല്ലായിരുന്നു. പിന്നീട് ആശുപത്രി മാറ്റുന്നതിന് വേണ്ടിയാണ് പ്രകാശൻ തമ്പി എത്തുന്നത്. അപ്പോൾ അങ്ങനെ അവിടേക്ക് മാറ്റുന്നു, ഈ സാധനങ്ങൾ അയാളുടെ കൈവശം എത്തുന്നു. എന്തുകൊണ്ടാണ് ബന്ധുക്കൾക്ക് അത് വിട്ടുകൊടുക്കാതിരുന്നത്? അവിടെയും സംശയമുണ്ട്. ആ ബന്ധുക്കൾക്ക് കൊടുക്കേണ്ട സാധനം പ്രകാശൻ തമ്പി എന്ന് പറയുന്ന ഒരു സുഹൃത്തിന് നൽകുന്നു. ആ സുഹൃത്ത് ഒടുവിൽ ഈ പറയുന്ന പേഴ്സ് കൊണ്ട് ലക്ഷ്മിക്ക് കൊടുത്തതിന് ശേഷം ലക്ഷ്മിയോട് പറയുന്നു, ഇത് കുറച്ച് ദിവസം ഈ മൊബൈൽ ഫോൺ എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ. എന്തിനാണ് ആ കൈവശം വെക്കുന്നത് എന്നൊരു ചോദ്യം എപ്പോഴെങ്കിലും ലക്ഷ്മി ചോദിച്ചിട്ടുണ്ടോ അയാളോട്? ഇപ്പോഴും അയാളെ വിശ്വാസമാണ് എന്നുള്ള ഒരു വാക്കാണ് ലക്ഷ്മിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തിനത് വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം ലക്ഷ്മിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന പ്രകാശൻ തമ്പി അടക്കമുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ കൂട്ടത്തിൽ കൂടിയപ്പോൾ എന്തുകൊണ്ടൊരു സ്ക്രീനിങ് നടത്തിയിട്ടില്ല? അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളാണ് ഈ ബാലഭാസ്കർ. എന്നിട്ട് പോലും ഇവരെ എന്തിനാണ് ഈ ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നത്? ഇവരെ ഇപ്പോഴും അവരെ വിശ്വാസമാണ് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഇതേ അർജുൻ തന്നെ ഇവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ ലക്ഷ്മി തന്നെ തുറന്ന് സമ്മതിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് തെറ്റായ കൂട്ടുകെട്ടിൽ ഞാൻ പെട്ടുപോകും എന്നുള്ളത് കൊണ്ട്, ഒരാൾ തെറ്റായ കൂട്ടുകെട്ടിൽ പെട്ടുപോകും എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാളെ പിടിച്ച് തിരിച്ച് തൻ്റെ കൂട്ടത്തിൽ നിർത്തി നന്നാക്കിയെടുക്കാൻ മാത്രം ഉള്ള ഒരു കഴിവുണ്ടായിരുന്നു? അപ്പോൾ ഇതൊന്നും അല്ല, യഥാർത്ഥത്തിൽ വരേണ്ട വിഷയങ്ങളിലേക്ക് വന്നിട്ടില്ല. ആ ഇൻ്റർവ്യൂ മൊത്തത്തിൽ നമ്മൾ കാണുമ്പോൾ മനസ്സിലാവുന്ന കാര്യം അതാണ്. പറയേണ്ട പല കാര്യങ്ങളും, ചോദിക്കേണ്ട പല കാര്യങ്ങളും ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. അവിടെ ഒരുപാട് മിസ്സിങ് ആയിട്ട് തോന്നുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ കൂടുതലും ബാലഭാസ്കറും ലക്ഷ്മിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ചോദിച്ചത്. അവിടെ ചോദിക്കേണ്ടിയിരുന്ന പല ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അവതാരകൻ അതിൽ നിന്ന് വഴുതി മാറിയതാണോ? അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പൊതുജനം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാരും ഇതൊരു സ്ക്രിപ്റ്റഡ് ആയിപ്പോയി എന്ന് പറയപ്പെടുന്നത്. ആരെയോ ഭയക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് പോലും എന്തിന് ഞാൻ ഭയക്കണം എന്നുള്ള ചോദ്യം വളരെ ബോൾഡായിട്ട് തന്നെയാണ് ലക്ഷ്മി ചോദിക്കുന്നത്. ആരെയാണ് ഭയക്കേണ്ടത്? കാര്യം എന്താണ്? ഇനിയും ഭയക്കേണ്ട ആവശ്യമില്ല. കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഇതുവരെ അന്വേഷണം പോയിരിക്കുന്നതെല്ലാം നേരായ വഴിയിലാണ്, കൃത്യമായ പാതയിലൂടെയാണെന്ന് ലക്ഷ്മി അടിവരയിട്ട് പറയുകയാണ്. അന്വേഷണം അങ്ങനെ പോയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ സോബി പറയുന്നതെല്ലാം ഭാവനയിൽ നിന്നുണ്ടായതാണോ? സോബിക്ക് അങ്ങനെ ഈ ഭാവനയിൽ നിന്നുണ്ടാക്കി ജനപ്രീതി നേടാൻ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഒരു പ്രസിദ്ധി ഉണ്ടാക്കിയെടുക്കാൻ സോബി ജോർജിന് എന്താണ് താല്പര്യം?
സോബി ജോർജ് കലാഭവൻ എന്ന് പറയുന്ന ഒരു വലിയ ട്രൂപ്പിലെ അംഗമാണ്. അദ്ദേഹത്തിന് ഈ രീതിയിൽ ഒരു ചീപ്പ് പബ്ലിസിറ്റി ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമുണ്ടോ? അതും സ്വന്തം ജീവൻ പോലും പണയം വെച്ചിട്ട്. അദ്ദേഹം പറയുന്ന പലരെയും കുറിച്ചുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം പറയുന്നത്. പലപ്പോഴും ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ആ വാഹനത്തിൽ നിന്ന് പൊതി കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. എന്തോ ഒരു പൊതി ഒരു ബുള്ളറ്റിൽ ഒരാൾ കൊണ്ടുപോയി എന്നും സോബി ജോർജിൻ്റെ മൊഴിയിലുണ്ട്. അപ്പം എങ്ങനെയാണ് അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് പറയാൻ ലക്ഷ്മിക്ക് കഴിയുന്നത്? അപ്പോൾ അവിടെയും ചില ചോദ്യങ്ങളുണ്ട്. എന്നിട്ട് പലരുടെയും അവിടുത്തെ സന്ദർശനം ഭയങ്കര പ്രശ്നമായി തീർന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ സംഗീതത്തെ നിരന്തരമായി ഉപാസിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിൻ്റെ പ്രധാന കാരണക്കാർ ഈ ലക്ഷ്മിക്ക് അറിയാവുന്നവരൊക്കെ തന്നെയാണ്. ലക്ഷ്മിയുടെ കൺമുമ്പിൽ തന്നെയുണ്ട് അവർ. പക്ഷെ അതൊന്നും തുറന്നു പറയാൻ ലക്ഷ്മിക്ക് കഴിയുന്നില്ല. കാര്യം ഇവിടെ പലപ്പോഴും ലക്ഷ്മി ശ്രമിച്ചിട്ടുള്ളത് ഈ പ്രകാശൻ തമ്പിയെയും അർജുനെയും ഒക്കെ ഒരു പരുവത്തിൽ അല്ലെങ്കിൽ ഒരു വശത്തൂടെയെങ്കിലും വെള്ളപൂശി കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ് നമുക്ക് കാണേണ്ടി വരും. അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട പല ചോദ്യങ്ങളും അവിടെ ഉന്നയിക്കപ്പെട്ടിട്ടില്ല. മൊബൈൽ ഫോൺ ഒരാൾ കൈവശം, എന്തിനാണ് നിങ്ങൾക്ക് ആ മൊബൈൽ ഫോൺ? ഇതെൻ്റെ അവകാശമാണ് എന്ന് എന്തുകൊണ്ട്, അല്ലെങ്കിൽ ആ വീട്ടുകാരെന്തുകൊണ്ട് പറഞ്ഞില്ല? ഇതെൻ്റെ അവകാശമാണ്, എൻ്റെ ഭർത്താവിൻ്റെ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോൺ എൻ്റെ കൈവശമാണ് വരേണ്ടത്, അല്ലെങ്കിൽ അവരുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ കൈവശമാണ് എത്തേണ്ടത്. അതിന് പകരം മൂന്നാമതൊരാൾ 2019 സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ട ഒരാൾ കൈവശം വെച്ചതിന് എതിരെ എപ്പോഴെങ്കിലും ലീഗലായിട്ടെങ്കിലും ഒരു മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ടോ? ഇല്ല തന്നെ. പിന്നെ എന്താണ് ഇതിലൂടെ ഈ ഒരു ഇൻ്റർവ്യൂവിലൂടെ അർത്ഥമാക്കിയത് എന്ന് മാത്രം മനസ്സിലാകുന്നില്ല. എവിടേക്ക് എനിക്കിനിയൊന്നും ഭയക്കാനില്ല, ഭയക്കേണ്ട ആവശ്യമില്ല. കാര്യം വെള്ള പൂശേണ്ടവരെ മനോഹരമായി വെള്ള പൂശുകയും ചെയ്തു. അവരെക്കുറിച്ചൊന്നും ഭയക്കേണ്ടവരെ കുറിച്ചൊന്നും അനാവശ്യമായൊന്നും പറഞ്ഞിട്ടുമില്ല. കാര്യം അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നത്. അതൊരു അപകട മരണം തന്നെ ആയിരുന്നു എന്ന് ഉറപ്പിച്ചു പറയുന്നു. അല്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരിടത്ത് നിന്ന് ഉറങ്ങുന്നു, അല്ലെങ്കിൽ അവിടെ വെച്ച് കണ്ണടച്ച് വാഹനത്തിലിരിക്കുന്നു. ഇതിനിടയിൽ കൊല്ലത്ത് വെച്ചായിരുന്നു ഈ സംഭവം നടന്നത് എന്നുള്ള കാര്യം നേരത്തെ തന്നെ വ്യക്തമായിരുന്നല്ലോ. അതിനുശേഷം കൊല്ലം മുതൽ ഈ പറയുന്ന അപകടം നടന്നിട്ടുള്ള സ്ഥലം വരെയുള്ള ദൂരം അത്രയും കണ്ണടച്ച് പിടിച്ചിരിക്കുകയായിരുന്നു എന്ന് ചിന്തിക്കേണ്ടി വരുന്നു. അപ്പോൾ കൃത്യമായി അപകടം പ്ലാൻഡാണ് എന്നുള്ള ഒരു അവസാന വട്ട ഇതിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. അവസാന ഘട്ടത്തിൽ എത്തുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ അവിടെ നിർമ്മിച്ചെടുത്ത ഒരു അപകടമാണ്. സ്വാഭാവികമായി അത് വാഹനം കയ്യിൽ നിന്ന് പോയി അവിടെ പോയി ഇടിച്ചതല്ല. ലക്ഷ്മി ഇപ്പോഴും മനസ്സ് തുറന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ ഒരു പ്രതിനിധിയായിരുന്ന ജോയി തമലം ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ബാലഭാസ്കറിൻ്റെ അടുത്ത സുഹൃത്താണ്. കോളേജ് കാലഘട്ടം മുതൽ അവരൊരുമിച്ച്, അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ അവരൊരുമിച്ച് പരിചയമുള്ള സുഹൃത്തുക്കളുമായിരുന്നു ബാലഭാസ്കറും ജോയി തമലവും. ജോയി തമലം അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് പല ചാനലിലും അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുമുണ്ട്. അന്ന് പഴയ കുറേ സാധനങ്ങൾ, ആക്രി സാധനങ്ങൾ കിടപ്പുമുണ്ടാക്കുക, വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകൂ എന്ന് പറഞ്ഞ രീതി വരെ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് തന്നെയാണെങ്കിലും ആ ബോൾഡ്നെസ്സിനോട് നമുക്ക് താല്പര്യമുണ്ട്. കാര്യം ആ രീതിയിൽ ഇരുന്നു കൊണ്ട് സംസാരിച്ചല്ലോ. അത്രയും കാര്യങ്ങൾ വളരെ ഒരു തുള്ളി കണ്ണുനീർ പോലും പൊഴിക്കാത്ത തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു. ഹർട്ട് ചെയ്യാത്ത, വേദനിപ്പിക്കാത്ത ചോദ്യങ്ങളാണ് ചോദിച്ചത് മുഴുവൻ. പക്ഷേ ചോദിക്കേണ്ട പലതും ചോദിച്ചിട്ടില്ല. പിന്നെ ഈ പറയുന്ന DRI കണ്ടെത്തുന്നവരെ, അതായത് സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണ സംഘം ആ മൊബൈൽ ഫോൺ കണ്ടെത്തുന്നവരെ സുരക്ഷിതമായി ആ മൊബൈൽ ഫോൺ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതിൻ്റെ പിന്നിൽ എന്താണ് വസ്തുത എന്ന് നമുക്കറിയില്ല. അതോടൊപ്പം തന്നെ ഈ അർജുൻ ക്രിമിനൽ കേസിൽ പ്രതിയായിട്ട് കൂടി അർജുനെ ഉൾപ്പെടുത്താൻ കാണിച്ച ആ മഹാമനസ്കതയുടെ പിന്നിൽ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ നിരവധി ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട് ഇപ്പോഴും. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞുവെങ്കിൽ പോലും അത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാകണം ഇനിയുള്ള അന്വേഷണമെന്ന് കൂടി സൂചിപ്പിക്കുന്നു.